ഇന്ന് റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കിങ് ഓഫ് ദ റിംഗ് വിൻ ചെയ്ത് സമ്മർ സ്ലാമിൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്യാൻ പോകുന്ന ഗന്ധറിന്റെ സെഗ്മെന്റ് ആണ് ആദ്യം നടന്നത്. അപ്പോൾ ഗന്ധർ വന്നതിന് ശേഷം വേൾഡ് ചാമ്പ്യൻ ഡാമിൻ പ്രീസ്റ്റുമായി കഴിഞ്ഞ ആഴ്ച നടന്ന സെഗ്മെന്റിനെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. ഡാമിൻ പ്രീസ്റ്റ് വേൾഡ് ചാമ്പ്യന് യോഗ്യനായിട്ടുള്ള ഒരാളല്ല. ഡാമിൻ പ്രീസ്റ്റ് ഒരു വെറും വേസ്റ്റ് ആണ്. ഡാമിൻ പ്രീസ്റ്റ് മാത്രമല്ല, ഡാമിൻ പ്രീസ്റ്റിന്റെ ടീമും വേസ്റ്റ് ആണ്, അല്ലെങ്കിൽ കുപ്പയാണ്. ഈ ഒരു ലെവലിലെല്ലാം ഗന്ധർ സംസാരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നീട് ഡാമിൻ പ്രീസ്റ്റിന് ഒരു ഓഫർ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ തന്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഗന്ധറിന്റെ കയ്യിൽ കൊടുത്തിട്ട് പോകാനും സമ്മർ സ്ലാം വരേക്കും മുന്നോട്ട് പോകണ്ട എന്നൊക്കെ ഗന്ധർ ഈ സെഗ്മെന്റിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഗന്ധർ ഡാമിൻ പ്രീസ്റ്റിനെ ഭയങ്കരമായി കളിയാക്കിയിട്ടുണ്ട്. പിന്നീട് ഡാമിൻ പ്രീസ്റ്റും ചാമ്പ്യൻഷിപ്പ് കൊടുക്കാം എന്ന ലെവലിൽ റിങ്ങിൽ വരുന്നതായിട്ടും ചാമ്പ്യൻഷിപ്പ് ഗന്ധറിന്റെ കയ്യിൽ കൊടുക്കുന്ന അടുത്ത സെക്കൻഡിൽ ഡാമിൻ പ്രീസ്റ്റ് ഗന്ധറിനെ അറ്റാക്ക് ചെയ്തു. ശേഷം ഇവര് രണ്ടുപേരും ഫൈറ്റ് ചെയ്യുമ്പോൾ WWE ഒഫീഷ്യൽ ടീമും സെക്യൂരിറ്റീസ് എല്ലാം ഒന്ന് പിടിച്ചു മാറ്റും. ഇതിൽ ഡാമിൻ പ്രീസ്റ്റ് സെക്യൂരിറ്റി ടീമിനെയും അറ്റാക്ക് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അപ്പോൾ ഡാമിൻ പ്രീസ്റ്റിന്റെ ഈ ഒരു ഫേസ് ടൈം വേറെ ലെവലായിട്ടാണ് പോകുന്നത്. ഫാൻസിന്റെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ട് ഇപ്പോൾ ഡാമിൻ പ്രീസ്റ്റിന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒഫീഷ്യൽ ടീം പിടിച്ചു മാറ്റിയിട്ടും ഇവർ ബാക്ക് സ്റ്റേജിൽ പോയി ഫൈറ്റ് ചെയ്യുന്നതായിട്ടും അവിടെയുള്ള സാധനങ്ങളുടെ മുകളിലേക്കെല്ലാം രണ്ടുപേരും മാറി മാറി അറ്റാക്ക് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. പിന്നീട് ഇവരെ പിടിച്ചു മാറ്റി. അപ്പോൾ വേൾഡ് ചാമ്പ്യൻഷിപ്പ് സമ്മർ സ്ലാമിൽ ഇനി വേറെ ലെവലായിരിക്കും. അപ്പോൾ ഇതുവരേക്കും വലിയ ഹൈപ്പ് ഇല്ലാതിരുന്ന ഈ ഒരു മാച്ച് നല്ല ഹൈപ്പ് ഈ റോ എപ്പിസോഡ് മുതൽ ആയിട്ടുണ്ടാകും. അപ്പോൾ ഈ സെഗ്മെന്റ് മൊത്തത്തിൽ നല്ല സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. പിന്നീട് ഇന്നത്തെ റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് നടന്നത് IC ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള നമ്പർ 1 കണ്ടൻഡർ മാച്ചാണ്. ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവർക്ക് സമ്മർ സ്ലാമിൽ IC ചാമ്പ്യൻഷിപ്പ് IC ചാമ്പ്യനായ സാമി സെയിന്റെ കൂടെ കിട്ടും. ഈ മാച്ച് നടന്നത് ഇല്യ ഡ്രാഗനോവ് വേഴ്സസ് ബ്രോൺ ബ്രേക്കർ ഇവർക്ക് തമ്മിലാണ്. അപ്പോൾ ഇത് ട്രിപ്പിൾ ത്രെഡ് മാച്ചായി വരും എന്നായിരുന്നു മുൻപൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്പർ 1 കണ്ടൻഡർ മാച്ച് വെച്ചേക്കാണ്. ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഈ മാച്ച് ഒരു വേറെ ലെവൽ മാച്ചായിരുന്നു. രണ്ടുപേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇല്യ ഡ്രാഗനോവിന്റെ പെർഫോമൻസ് ആണ്. മാച്ചിന്റെ അവസാനത്തിൽ ഡ്രാഗനോവ് ഫിനിഷറൊക്കെ ചെയ്ത് വിൻ ചെയ്യാൻ നോക്കാം എന്ന് വിചാരിക്കുമ്പോൾ ബ്രോൺ ബ്രേക്കർ റിങ്ങിന് പുറത്തേക്ക് പോകുന്നതായിട്ടും പിന്നീട് റിംഗ് സൈഡിൽ വെച്ചുകൊണ്ട് ബ്രോൺ ബ്രേക്കറിനെ എടുത്ത് അടിച്ചു ഡ്രാഗനോവ്. അതിനുശേഷം മറ്റൊരു മൂവ് ചെയ്യാൻ നോക്കുമ്പോൾ ബ്രോൺ ബ്രേക്കർ അങ്ങനെ തന്നെ സ്പിയർ ചെയ്തതിന് ശേഷം റെഫറി വന്നുകൊണ്ട് ഡ്രാഗനോവിന് മാച്ച് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് റെഫറി ആ ഒരു മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് ബ്രോൺ ബ്രേക്കർ വിന്നറായി എന്ന് പറഞ്ഞുകൊണ്ട് സമ്മർ സ്ലാമിൽ IC ചാമ്പ്യൻഷിപ്പ് ബ്രോൺ ബ്രേക്കർ വേഴ്സസ് സാമി സെയിൻ ഇവർക്ക് തന്നെയാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ റിയ റിപ്ലി ജഡ്ജ്മെന്റ് ടീമിനോട് പറയുന്നത് ഇനി അങ്ങോട്ട് അവർ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം, വീഡിയോ ഗെയിം കളിക്കുന്നതെല്ലാം നിർത്താനാണ്. പിന്നീട് ഡൊമിനിക് മിസ്റ്റീരിയോട് സംസാരിക്കാൻ നോക്കുമ്പോൾ ഡൊമിനിക് മിസ്റ്റീരിയോ ജെയിംസോ റിയ റിപ്ലിയോട് കഴിഞ്ഞ ആഴ്ച കോൾ ചെയ്യാമെന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തെ പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇവർക്ക് തമ്മിൽ എന്താണ് കണക്ഷൻ, ഈ ഒരു ടൈപ്പിലെല്ലാം ഈ സെഗ്മെന്റ് കൊണ്ടുപോയിട്ടുണ്ട്. ഈ സെഗ്മെന്റിന്റെ അവസാനം ഫിൻ ബാലർ വന്നുകൊണ്ട് ജെയിംസോനെ അറ്റാക്ക് ചെയ്താലേ ശരിയാവൂ. ഈ ഒരു ലെവലിലെല്ലാം സംസാരിക്കുമ്പോൾ റിയ റിപ്ലി പറയുന്നത് ജെയിംസോനെയൊന്നും അറ്റാക്ക് ചെയ്യണ്ട എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ജെയിംസോനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ റിപ്ലി പറയുന്നുണ്ട് ഞാൻ സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല, അവനുമായിട്ട് ഇപ്പോൾ ഒരു പ്രശ്നം വേണ്ട, അതുകൊണ്ടാണ്. ഈ ഒരു ലെവലിലെല്ലാം പറഞ്ഞതിന് ശേഷം ഡൊമിനിക് മിസ്റ്റീരിയോട് ബുദ്ധിയെല്ലാം ഉപയോഗിക്കാൻ പറഞ്ഞുകൊണ്ട് റിപ്ലി അവിടെ നിന്നും പോകും. ശേഷം ഫിൻ ബാലർ എന്താണ് ചെയ്യേണ്ടത് എന്ന് തനിക്കറിയാം ഡൊമിനിക് മിസ്റ്റീരിയോട് പറയുന്നുണ്ട്. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ ആഡം പിയേഴ്സും ഡ്രൂ മെക്കൻടയറും സംസാരിച്ചു. അപ്പോൾ എന്തോ ഒരു ഡീല് ഇവർ സെറ്റാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ മെക്കൻടയർ ആഡം പിയേഴ്സിന് ഷെയ്ക്ക് എല്ലാം കൊടുത്ത് ഇവരുമായിട്ടുള്ള പ്രശ്നം അവസാനിപ്പിക്കുന്നത് പോലെയാണ് ഈ സെഗ്മെന്റിൽ കാണിച്ചത്. അതിനുശേഷം നടന്ന മാച്ച് ലൈറ വാൽക്കീരിയ വേഴ്സസ് സോണിയ ഡിവിൽ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെയാണ് മുന്നോട്ട് പോയത്. മാച്ചിൽ രണ്ട് ടീമിന്റെയും ടാഗ് ടീം പാർട്ട്നേഴ്സ് റിംഗ് സൈഡിലെല്ലാം ഉണ്ടായിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ ലൈറ വാൽക്കീരിയ വിൻ ചെയ്യാൻ പോകുമ്പോൾ ഷൈന ബേസ്ലർ ടീം കയറി ചീറ്റ് ചെയ്തുകൊണ്ട് ആ അവസരം ഉപയോഗിച്ച് സോണിയ ഡിവിൽ ലൈറ വാൽക്കീരിയനെ ഫിനിഷർ ചെയ്ത് ഈ മാച്ചിൽ സോണിയ ഡിവിലാണ് വിൻ ചെയ്തത്. പിന്നീട് CM പങ്ക് ഡ്രൂ മെക്കൻടയർ ഇവരുടെ സെഗ്മെന്റ്. ഈ സെഗ്മെന്റ് നോക്കുമ്പോൾ നല്ല അടിപൊളി സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. ഈ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ CM പങ്ക് വന്നുകൊണ്ട് ഫാൻസുമായി സംസാരിച്ച് CM പങ്ക് ഇപ്പോൾ മെഡിക്കലി ക്ലിയർ ആയ കാര്യത്തെ പറ്റിയാണ് പറഞ്ഞത്. അതായത് CM പങ്കിന് ഇനി സമ്മർ സ്ലാമിൽ മാച്ച് ചെയ്യാമെന്നും ഇപ്പോൾ ഫുള്ളായിട്ടും താൻ മെഡിക്കലി ക്ലിയർ ആയിട്ടുണ്ട് എന്ന്. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രാന്തൻ കറങ്ങി നടക്കുന്നുണ്ട്. ഈ ഒരു ടൈപ്പിലെല്ലാം മെക്കൻടയറിനെ മെൻഷൻ ചെയ്തുകൊണ്ട് സംസാരിച്ച് മെക്കൻടയറിനെ റിങ്ങിലേക്ക് വിളിക്കും.
അതായത് നമ്മൾക്ക് ഇനി ഫൈറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് ഡ്രൂ മാക്കൻടയർ അവിടെ വരുന്നതായിട്ട് വന്നതിന് ശേഷം നിന്റെ ഇഞ്ചുറി എല്ലാം മാറി നീ ഇപ്പോൾ മെഡിക്കലി ക്ലിയർ ആയോ, ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്, ഞാൻ വീണ്ടും നിന്നെ ഇഞ്ചുറി ആക്കും, എന്റെ ഫേസിൽ ഞാൻ അറ്റാക്ക് ചെയ്യും, ഈ ഒരു ടൈപ്പിലൊക്കെ പറഞ്ഞുകൊണ്ട് CM പങ്കിനോട് അവസാനം പറയുന്നത് നീയുമായിട്ട് എനിക്ക് സമ്മർ സ്ലാമിലൊന്നും മാച്ച് ചെയ്യാൻ താല്പര്യമില്ല എന്നാണ്. അപ്പോൾ CM പങ്ക് പറയുന്നത് ഇതിനല്ല ഇത്രയും നാൾ കാത്തിരുന്നത്, പിന്നെന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്തത്, വാ നമുക്ക് മാച്ച് വെച്ചുകൊണ്ട് അവസാനിപ്പിക്കാം എന്നൊക്കെ. അപ്പോൾ മാക്കൻടയർ താൻ വരില്ല എന്ന ലെവലിലെല്ലാം പറയുമ്പോൾ CM പങ്ക് മൈക്കെല്ലാം ഉപേക്ഷിച്ച് മാക്കൻടയറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. എന്നാൽ WWE ഒഫീഷ്യൽ ടീമെല്ലാം വന്നുകൊണ്ട് ഇവരെ രണ്ടുപേരെയും തടഞ്ഞു വെക്കും. പിന്നീട് റോ GM ആഡം പിയേഴ്സ് അവിടെ വന്നുകൊണ്ട് ഇവർക്ക് തമ്മിലുള്ള മാച്ച് സമ്മർ സ്ലാമിൽ ഒഫീഷ്യലായി കൺഫേം ചെയ്യും. അതുപോലെ തന്നെ സാധാരണ റഫറിമാരെ ഈ മാച്ചിലൊന്നും വിടാൻ സാധിക്കില്ല, അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരാൾ വേണം എന്ന ടൈപ്പിലെല്ലാം സംസാരിച്ചുകൊണ്ട് സെത്ത് റോളൻസിനെ റിംഗിലേക്ക് വിളിക്കും. സെത്തിനെ കണ്ട വശം CM പങ്കിന്റെയും ഡ്രൂ മാക്കൻടയറിന്റെയും കിളി പോകുന്നുണ്ടായിരുന്നു. അതായത് ഇവൻ രണ്ടുപേർക്കും സപ്പോർട്ട് ചെയ്യില്ല, രണ്ടുപേരുടെയും ശത്രുവാണ്. ഈ ഒരു ടൈപ്പിലാണ് ഈ സെഗ്മെന്റ് കൊണ്ടുപോയിട്ടുള്ളത്. അവസാനം സെത്ത് റോളൻസ് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും സമ്മർ സ്ലാമിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ ഞാനായിരിക്കും സ്പെഷ്യൽ ഗസ്റ്റ് റെഫറി, അതുപോലെ തന്നെ സത്യസന്ധമായിട്ടുള്ള റെഫറി ആയിരിക്കും താൻ എന്നും സെത്ത് റോളൻസ് ഈ സെഗ്മെന്റിൽ പറയുന്നുണ്ട്. അതായത് യാതൊരു വിധത്തിലും ഒരാളെ വിട്ട് മറ്റാളെ സപ്പോർട്ട് ചെയ്യില്ല, ഇതാണ് ഈ സെഗ്മെന്റ് കൊണ്ട് സെത്ത് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സെഗ്മെന്റിൽ മെയിനായിട്ടും പറയാനായിട്ടുള്ളത്. സെഗ്മെന്റ് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. സമ്മർ സ്ലാമിൽ ഈ മാച്ച് വേറെ ലെവലാകും. പിന്നെ ആഡം പിയേഴ്സ് ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, അതായത് ഇവരിൽ ആരെങ്കിലും ഒരാൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആളെ സസ്പെൻഡ് ചെയ്യുമെന്നും അതുപോലെ തന്നെ ഇവരുടെ സമ്മർ സ്ലാം മാച്ച് ക്യാൻസൽ ചെയ്യുമെന്നും ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ബാക്ക് സ്റ്റേജിൽ ജഡ്ജ്മെന്റുടെ ടീം ജെയ്യുസോനെ അന്വേഷിക്കുന്നതായിട്ടും ഡൊമിനിക് മിസ്റ്റീരിയോടെല്ലാം പോയി നോക്കാൻ പറയുന്നതായിട്ട് ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു. അപ്പോൾ ഡൊമിനിക് മിസ്റ്റീരിയോ വുമൺസ് ചാമ്പ്യൻ ലിവ് മോർഗനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിൻ ബാലർ അവിടെ വന്നുകൊണ്ട് ദേഷ്യപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ എതിർ ദിശയിൽ പോയി ജെയ്യുസോനെ അന്വേഷിക്കാനായിട്ടെല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ ഡൊമിനിക് മിസ്റ്റീരിയോയും ഈ സെഗ്മെന്റിൽ പറഞ്ഞത് ലിവ് മോർഗനുമായിട്ട് സംസാരിക്കാനും മറ്റു കാര്യങ്ങൾക്കൊന്നും താല്പര്യമില്ല എന്നാണ്. അപ്പോൾ ഈ സെഗ്മെന്റിന് ശേഷം IC ചാമ്പ്യൻ സാമി സൈന്റെ സെഗ്മെന്റിൽ സാമി സൈനോട് ഇല്യ ഡ്രാഗനോവിനെ അറ്റാക്ക് ചെയ്ത കാര്യത്തെ പറ്റി ആങ്കർ ചോദിക്കുന്നുണ്ട്. അതായത് സാമി സൈനിന് ബ്രോൺ ബ്രേക്കറിനെ കണ്ട് പേടിയാകുന്നുണ്ടോ ഈ ഒരു ടൈപ്പിലെല്ലാം. അപ്പോൾ സാമി സൈൻ പറയുന്നത് അവനെ കണ്ട് എനിക്ക് പേടിയൊന്നുമില്ല, അവനോട് ഇങ്ങനെയെല്ലാം ചെയ്യരുത് എന്ന് ഞാൻ മണി ഇന്ത്യ ബാങ്കിന് മുൻപേ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു മാച്ചിലെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെയെല്ലാം സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ബാക്ക് സ്റ്റേജിൽ മറ്റൊരു ബഹളം കേൾക്കുമ്പോൾ സാമി സൈൻ ചാമ്പ്യൻഷിപ്പ് അവിടെ ഉപേക്ഷിച്ച് ചെന്ന് നോക്കുന്ന സമയത്ത് ജെയ്യുസോനെ ജഡ്ജ്മെന്റുടെ ടീം അറ്റാക്ക് ചെയ്യുന്നു. സാമി സൈൻ ഇവരെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ജെയ്യുസോനെ സേവ് ചെയ്തു. പിന്നീട് 6 മാൻ ടാഗ് ടീം മാച്ച് സേവിയർ വൂഡ്സ്, ഓട്ടിസ് ആൻഡ് അക്കിറോ ടുസാവ ഫോഴ്സസ് ഫൈനൽ ടെസ്റ്റ്മെന്റ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് വലിയ കുഴപ്പമില്ലാതെയാണ് മുന്നോട്ട് പോയത്. മാച്ചിന്റെ അവസാനത്തിൽ ഫൈനൽ ടെസ്റ്റ്മെന്റ് ടീം സേവിയർ വൂഡ്സിനെ ഫിനിഷർ ചെയ്ത് ഈ മാച്ചിൽ ഫൈനൽ ടെസ്റ്റ്മെന്റ് ആണ് വിൻ ചെയ്തത്. പിന്നെ നെക്സ്റ്റ് വീക്കിലേക്ക് വേണ്ടിയിട്ട് സേവിയർ വൂഡ്സ് കെരിൻ ക്രോസിന് ഒരു മാച്ചിന് വേണ്ടിയെല്ലാം ചാലഞ്ച് ചെയ്യുന്നത് പോലെയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാച്ച് കഴിഞ്ഞതിന് ശേഷം ചാറ്റ് കേബിൾ ആൻഡ് ക്രീഡ് ബ്രദേഴ്സ് റിംഗിൽ വരുന്നതായിട്ടും വന്നതിന് ശേഷം ഓട്ടിസുമായി സംസാരിച്ച് ബോർഡലസുമായിട്ട് ഇപ്പോൾ പോകുന്ന പ്രശ്നം, അതുപോലെ തന്നെ വൈറ്റ് 6 ഇത്തരത്തിലെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് സംസാരിച്ച് ചാറ്റ് കേബിൾ പറയുന്നത് വേണമെങ്കിൽ നിനക്ക് എൻ്റെ ടീമിൽ വന്ന് വീണ്ടും ജോയിൻ ചെയ്യാം, ഇല്ല എങ്കിൽ വൈറ്റ് 6 മൊത്തത്തിൽ നിങ്ങളെ അറ്റാക്ക് ചെയ്യും, എൻ്റെ ടീമിൽ വന്നു കഴിഞ്ഞാൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിക്കും, ഈ ഒരു ടൈപ്പിലൊക്കെയാണ് പറഞ്ഞത്. അവിടെയും ഓട്ടിസ് പറയുന്നത് ഞാൻ അതിന് തയ്യാറല്ല എന്നാണ്, അതായത് ഓട്ടിസിന്റെ ഉത്തരം നോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ചാറ്റ് കേബിൾ ക്രീഡ് ബ്രദേഴ്സ് ടീമിനോട് ഓട്ടിസിനെ അറ്റാക്ക് ചെയ്യാനായിട്ടെല്ലാം പറയുന്നുണ്ട്. പിന്നീട് ഇവരെല്ലാം ചേർന്ന് ഓട്ടിസ് ആൻഡ് അക്കിറോ ടുസാവ ഇവരെയെല്ലാം അറ്റാക്ക് ചെയ്തു. അങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ചാറ്റ് കേബിൾ റൈ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ലൈറ്റ് എല്ലാം ഓഫ് ആകും. എൻട്രൻസിന്റെ അവിടെ വൈറ്റ് 6 ടീം വരുന്നതായിട്ടും എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ ചാറ്റ് കേബിളിന്റെ പിറകിൽ അങ്കിൾ ഹൗഡി അഥവാ ബോർഡ് അലസ് വന്നുകൊണ്ട് ചാറ്റ് കേബിളിനെ ഒരു സിസ്റ്റർ അബിഗേൽ ഫിനിഷർ ചെയ്ത് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ ഒരുപാട് നാളായിട്ട് കാത്തിരുന്നത്, എന്നാണ് അങ്കിൾ ഹൗഡി റിംഗിൽ വന്ന് ഇത്തരത്തിലെല്ലാം ചെയ്യുക എന്ന്. അപ്പോൾ സമ്മർ സ്ലാമിൽ ഇവരുടെ മാച്ചിനും ഒരു വലിയ സ്റ്റോറിയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. മൊത്തത്തിൽ ഈ സെഗ്മെന്റും നന്നായിട്ടുണ്ട്. പിന്നീട് റോ എപ്പിസോഡിൽ നടക്കാനിരുന്നത് ഒരു സിംഗിൾസ് മാച്ച് ആയിരുന്നു. ആ മാച്ച് ബ്രോൺസൺ റീഡ് വേഴ്സസ് പീറ്റ് ഡാൻ ഇവർക്കായിരുന്നു. മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് ഷെയ്മസ് വന്നുകൊണ്ട് പീറ്റ് ഡാനെ അറ്റാക്ക് ചെയ്ത് ആ ഒരു മാച്ച് ഇല്ലാതെയാക്കി. കാരണം കഴിഞ്ഞ റോയിൽ ഷെയ്മസിനെ പീറ്റ് ഡാൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പ്രതികാരമാണ് തീർത്തത്. പിന്നീട് ബ്രോൺസൺ റീഡും എതിർക്കാൻ വരുമ്പോൾ ബ്രോൺസൺ റീഡിനെയും ഷെയ്മസ് അറ്റാക്ക് ചെയ്തുകൊണ്ട് പീറ്റ് ഡാനെ ഫിനിഷർ ചെയ്യാൻ നോക്കുമ്പോൾ പീറ്റ് ഡാൻ മാറും.
അതായത് റിങ്ങിൽ നിന്നും പോകും. അടുത്ത സെക്കൻഡിൽ തന്നെ ബ്രോൺസൺ റീഡിന് ഒരു ഫിനിഷർ കൊടുത്തുകൊണ്ട് ഷെയ്മസ് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. വീണ്ടും ജഡ്ജ്മെന്റ് ടീമിന്റെ സെഗ്മെന്റ് കാണിച്ചു. അപ്പോൾ ഈ സെഗ്മെന്റിൽ റിയ റിപ്ലി പറയുന്നത് ജെയ്സോ സാമി സൈൻ ഇവരുമായിട്ടുള്ള പ്രശ്നം ഇപ്പോൾ വേണ്ടിയിരുന്നില്ല. പിന്നീട് ഡോമും ഫിൻ ബാലറും എവിടെ എന്ന് ചോദിക്കുമ്പോൾ കാർലിറ്റോ പറയുന്നത് ലിവ് മോർഗന്റെ കൂടെ കാണും എന്നാണ്. പിന്നീട് ദേഷ്യം വന്ന റിയ റിപ്ലി ഡൊമിനിക് മിസ്റ്റീരിയോനെ പിടിച്ചുകൊണ്ട് വന്ന് റിങ്ങിൽ പോയി എന്തൊക്കെയോ സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറയും. അതിനുശേഷം റിയ റിപ്ലി ഡൊമിനിക് മിസ്റ്റീരിയോ ഇവരുടെ സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ലിവ് മോർഗനോടും വന്ന് സംസാരിക്കാനായിട്ടെല്ലാം പറയുന്നുണ്ട്. എന്നാൽ ലിവ് മോർഗൻ റിങ്ങിലേക്ക് വരാതെ ഓഡിയൻസിന്റെ ഭാഗത്താണ് നിന്ന് സംസാരിച്ചത്. അങ്ങനെ ഈ സെഗ്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ റിയ റിപ്ലിയെ വുമൺസ് ചാമ്പ്യൻ ലിവ് മോർഗൻ കളിയാക്കുന്നുണ്ട്. അതായത് ഡൊമിനിക് മിസ്റ്റീരിയോയുടെ പോലെയുള്ള പയ്യന്മാരൊന്നും നിന്റെ പോലെയുള്ള പെണ്ണിന്റെ പിന്നാലെ പോവില്ല എന്നും അവരെല്ലാം എന്റെ പോലെയുള്ള ആളുകളുടെ പിന്നാലെയാണ് പോവുക. ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ റിയ റിപ്ലി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിങ് വിട്ട് പോകാൻ നോക്കുമ്പോൾ ഡൊമിനിക് മിസ്റ്റീരിയോ തടയുന്നതായിട്ടും ശേഷം ലിവ് മോർഗനോട് പറയുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഞാൻ നിന്നെ വെറുക്കുന്നു എന്നൊക്കെയാണ്. അതേസമയം ലിവ് മോർഗന് ദേഷ്യം വരുന്നുണ്ട്, അതുപോലെ വിഷമവും വരുന്നുണ്ട്. അപ്പോൾ ലിവ് മോർഗൻ പറയുന്നത് നീ ബദിരനാണോ അതോ മണ്ടാനാണോ, നീ എൻ്റെ ജീവിതം വീണ്ടും വീണ്ടും നശിപ്പിച്ചു എന്ന ടൈപ്പിലെല്ലാം. എന്നിട്ട് ലിവ് മോർഗൻ അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് ബാക്ക് സ്റ്റേജിലോട്ട് പോകുന്നതായിട്ടും അത് കണ്ട് റിയ റിപ്ലി വളരെയധികം സന്തോഷിക്കുന്നതായിട്ടും കാണിച്ചിരുന്നു. പിന്നെ ഒരു സംഭവം കൂടി കാണിച്ചു, അത് ഞാൻ പറയുന്നില്ല. അവസാനം ഡൊമിനിക് മിസ്റ്റീരിയോയുടെ ചെവിയിൽ എന്തോ ഒരു സ്വകാര്യം പറഞ്ഞുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. പിന്നീട് സെലീന വേഗ എൻട്രൻസിന്റെ അവിടെ കൈക്ക് ഇഞ്ചുറി സംഭവിച്ചു വരുന്നതായിട്ടും അതേസമയം തന്നെ ഒരു ഇന്റർവ്യൂ പോലെ എടുക്കുമ്പോൾ അത് സോയി സ്റ്റാർക്ക് ഷൈന ബേസ്ലർ കാരണമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നും ആർക്കും തന്നെ തളർത്താൻ സാധിക്കില്ല ഈ ഒരു ടൈപ്പിലെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു മാച്ചിലാണ് സെലീന വേഗ വന്നത്. അപ്പോൾ ആ മാച്ച് നടന്നത് സോയി സ്റ്റാർക്കിന്റെ കൂടെയാണ്. മാച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി. മാച്ചിന്റെ അവസാനത്തിൽ ഷൈന ബേസ്ലർ കാല് വലിച്ച് തട്ടിയിട്ടു. പിന്നീട് ലൈറ വൽക്കിരിയ കേറ്റൻ കാർട്ടർ ടീമെല്ലാം അവിടെ വന്നുകൊണ്ട് ഷൈന ബേസ്ലർ ടീമിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ഈ ഒരു അവസരം ഉപയോഗിച്ച് പരിക്ക് പറ്റിയ കൈ വെച്ചുകൊണ്ട് തന്നെ സോയി സ്റ്റാർക്കിനെ അറ്റാക്ക് ചെയ്ത് അങ്ങനെ തന്നെ ഫിനിഷറും ചെയ്ത് ഈ മാച്ചിൽ സെലീന വേഗയാണ് വിൻ ചെയ്തത്. പിന്നീട് വീണ്ടും ബാക്ക് സ്റ്റേജിൽ ഡ്രൂ മാക്കൻടയർ ആഡം പിയേഴ്സുമായി സംസാരിച്ച് സെത്ത് റോളൻസ് എങ്ങനെയാണ് ഞങ്ങളുടെ മാച്ചിൽ സ്പെഷ്യൽ ഗസ്റ്റ് റെഫറിയായി വരിക, അവന് റെസൽമേനിയയിൽ താനാണ് തോൽപ്പിച്ചത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ പറ്റിയെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഡം പിയേഴ്സ് പറയുന്നുണ്ട് അതിനെ പറ്റിയെല്ലാം സംസാരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 3 പേർക്കും നെക്സ്റ്റ് വീക്ക് ഒരു സെഗ്മെന്റ് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് എന്ന്. പിന്നീട് റോ എപ്പിസോഡ് മെയിൻ ഇവന്റായി നടന്നത് ടാഗ് ടീം മാച്ചാണ്. ഈ മാച്ച് നടന്നത് IC ചാമ്പ്യൻ സാമി സൈൻ ആൻഡ് ജെയ് ഉസോ വേഴ്സസ് ടാഗ് ടീം ചാമ്പ്യൻസായ ഫിൻ ബാലർ ആൻഡ് JD മെക്കാനിക് ഇവർക്കാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. മാച്ചിന്റെ അവസാനത്തിൽ സാമി സൈൻ ഒരു അവസരം കിട്ടുമ്പോൾ JD മെക്കാനിക്കിന് ഹെലോവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ എല്ലാം ചെയ്തു. പിന്നീട് അവസാനത്തിൽ ഫിൻ ബാലറും JD മെക്കാനിക്കും ചേർന്നുകൊണ്ട് ജെയ് ഉസോനെ ഫിനിഷർ ചെയ്തു. അതായത് ഫിൻ ബാലർ കൂപ്പ് ഡിഗ്രേസ് ചെയ്തു. അതുപോലെ തന്നെ JD മെക്കാനിക്ക് മോൺസോൾട്ട് ചെയ്ത് വിൻ ചെയ്യാൻ നോക്കിയപ്പോൾ സാമി സൈൻ കയറി സേവ് ചെയ്തു. പിന്നെ സാമി സൈൻ ഒരു അവസരം കിട്ടിയപ്പോൾ തന്നെ JD മെക്കാനിക്കിന് ഒരു ഹെലോവ കിക്ക് കൊടുത്ത് അങ്ങനെ തന്നെ ജെയ് ഉസോനെ കൊണ്ട് ഫിനിഷറും ചെയ്യിപ്പിച്ച് ഈ മാച്ചിൽ ജെയ് ഉസോ ആൻഡ് സാമി സൈൻ ഇവരാണ് വിൻ ചെയ്തത്. അപ്പോൾ മാച്ച് അവസാനിപ്പിക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഇവരുടെ മേലേക്ക് ഡൈവും ചെയ്തിട്ടാണ് മാച്ച് അവസാനിപ്പിച്ചത്. അപ്പോൾ മൊത്തത്തിൽ നല്ല അടിപൊളി ക്ലൈമാക്സ് ഈ മാച്ചിൽ വെച്ചിട്ടുണ്ട്. മാച്ച് കഴിഞ്ഞതിന് ശേഷം ഇവർ സെലിബ്രേറ്റ് ചെയ്ത് ജെയ് ഉസോ ജസ്റ്റ് ഒന്ന് റിങ് വിട്ട അടുത്ത സെക്കൻഡിൽ തന്നെ ബ്രോൺ ബ്രേക്കർ റിങ്ങിൽ കയറി സ്പിയർ ചെയ്യും സാമി സൈനെ. പിന്നീട് ജെയ് ഉസോ റിങ്ങിലേക്ക് തിരിച്ചു കയറുമ്പോൾ ബ്രോൺ ബ്രേക്കർ അവിടെ നിന്നും ഇറങ്ങിപ്പോകും. ഇതോടുകൂടി റോ എപ്പിസോഡ് എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡ് അടിപൊളി ഷോ ആയിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. റോ എപ്പിസോഡിൽ നിറയെ സ്റ്റോറി ലൈൻസ് ഉള്ളതുകൊണ്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട്.